അസ്സലാമു അലൈക്കും. വേദിയിൽ സന്നിഹിതനായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് കോയമ്മ തങ്ങൾ അൽ ബുഖാരി, SSFൻ്റെ പ്രസിഡൻറ്റ്, മറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, ഈ പ്രൊഫഷണൽ സമ്മിറ്റിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അവരുടെ രക്ഷാകർത്താക്കളും അധ്യാപകന്മാരും അടങ്ങുന്ന ഈ സദസ്സിന് ഞാൻ എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസകളും നേരുകയാണ്. ഇന്ന് കാലത്ത് അഭിനന്ദനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സാഹിബിൻ്റെ കൂടെ ഈ പരിപാടി പങ്കെടുക്കേണ്ടതായിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ഇന്ന് 4 പരിപാടികളിൽ പങ്കെടുക്കേണ്ടതായി വന്നു. അതിൽ 3 പരിപാടികളിൽ ഞാൻ തന്നെയായിരുന്നു അധ്യക്ഷപദം അലങ്കരിക്കേണ്ടത്. സഹകരണ കോൺഗ്രസിൻ്റെ സമ്മേളനം ഉൾപ്പെടെ. അതുകൊണ്ട് കാലത്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ എത്തിച്ചേരേണ്ടതും അല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കേണ്ടതും എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുകൊണ്ടാണ് ആ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നത്. നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ചുള്ള വിവിധ പരിപാടികൾ നടക്കുന്നതിനിടയിൽ ഞാൻ സംസാരിക്കുന്നത് ഉചിതമല്ല എന്നെനിക്കറിയാം. എങ്കിൽ പോലും SSFൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രൊഫഷണൽ സമ്മിറ്റ് നടക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും അവരെല്ലാം കണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖമായൊരു വിദ്യാഭ്യാസ സ്ഥാപനം, ഏതാണ്ട് 3000-ത്തിനടുത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്നൊരു സ്ഥാപനം, ഇവിടെ ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റുഡൻസാണ്, വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വിവിധ സാങ്കേതിക സ്ഥാപനങ്ങളിൽ നിന്ന് അവരെല്ലാം തന്നെ അതാത് മേഖലകളിൽ പരിശീലനം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും ബൗദ്ധികമായും ശാരീരികമായും ഒക്കെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെയാണ്. തീർച്ചയായും അവരുടെ ഒരു സമ്മിറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഏറ്റവും കാലിക പ്രാധാന്യമുണ്ട്. അതിൻ്റെ സാങ്കേതിക ഭൗതിക കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയമുണ്ട്. ഇവിടെ തയ്യാറാക്കിയിട്ട് സമയത്തിനിടയിൽ സംസാരിക്കുന്നതുകൊണ്ട് അതൊരു അഭംഗിയായിരിക്കും എന്നുകൊണ്ടാണ് ഞാൻ കൂടുതൽ കടന്നു പോകാതിരിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുടെ വിവിധ പരിപാടികളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കാന്തപുരം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കോഴിക്കോട്ട് പല പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതെല്ലാം ഓരോന്ന് നിലയിലും പ്രാമുഖ്യവും പ്രാധാന്യമുള്ളതാണ്. അവിടെ എല്ലാം തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ സമാരംഭം എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ അനാഥരായി പാവപ്പെട്ടവരെ നിൽക്കുന്നവരെ സമുദ്ധരിക്കാനുള്ള ജീവകാരുണ്യ പ്രധാനമായൊരു കർമ്മത്തിൻ്റെ സമാരംഭം കൊണ്ടാണ് ഇന്ന് കാണുന്ന ഇത്രയും വിശാലമായി, ഇത്രയും സുസംഘടിതമായി നടത്താൻ കഴിയുന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഇത് വളർന്നത്. ആരംഭം എവിടെയായിരുന്നു ഇത് മനസ്സിലാക്കി. ആ കർമ്മങ്ങളൊക്കെ തന്നെ നിർവഹിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി സാധിച്ചതും ആ കർമ്മങ്ങളെല്ലാം തന്നെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അതുതന്നെയാണ് മനുഷ്യത്വവും മാനുഷികതയും മനുഷ്യസ്നേഹവും. അത് ഉദ്ഘോഷിക്കുന്നതാണ് പരിശുദ്ധമായ ഖുർആനും അനുബന്ധമായ പ്രവചനങ്ങളും. പ്രവാചക സന്ദേശവും അതുതന്നെയാണ്. മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു ഉത്ഭുതതയാണ്. ഞാൻ ഓർമ്മിക്കുന്നു, പ്രവാചകൻ ഒരു റോഡിൽ നിൽക്കുമ്പോൾ ഒരു ഘോഷയാത്ര വരികയാണ് മൃതശരീരവുമായി. അദ്ദേഹം മൃതശരീരത്തെ അഭിവാദ്യം ചെയ്തു സ്നേഹാദരപൂർവ്വം. കൂട്ടുകാർ പറഞ്ഞു, എന്തിനാണ് ആ യഹൂദൻ്റെ മൃതശരീരത്തെ സ്നേഹാദരപൂർവ്വം അഭിവാദ്യം ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചു. പ്രവാചകൻ്റെ മറുപടി നിങ്ങൾക്കറിയും, അത് യഹൂദൻ്റെ മൃതദേഹമല്ല, അതൊരു മനുഷ്യൻ്റെ മൃതദേഹമാണെന്നാണ്. അതാണ് പ്രവാചകൻ്റെ സന്ദേശം, അതാണ് ഖുർആൻ്റെ സന്ദേശം. അതുകൊണ്ട് മാനവികതയും മനുഷ്യസ്നേഹവും ഉദ്ഗാനം ചെയ്യുന്ന ഒരു കർമ്മനിയോഗം. അതുകൊണ്ടാണ് ഇവിടെ പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നും ആരംഭിച്ച്
ഇന്ന് കാണുന്ന ഈ നിലയിലുള്ള വിപുലമായ സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളോട് കൂടി ഒരു സ്ഥാപനം ഉണ്ടാവുകയും ഇതുപോലെ പ്രൊഫഷണൽ സമ്മിറ്റ് നടത്തുവാനും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയേറെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാനും കഴിയുന്നതിൻ്റെ പിറകിൽ തീർച്ചയായും ഈ നിയോഗം തന്നെയാണ്. നമുക്ക് ഈ വർത്തമാനകാലത്ത് ഒരുപാട് സാങ്കേതിക ഭൗതിക ശാസ്ത്രീയ നേട്ടങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെടാൻ അതിനൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും ഒരുപാട് പരിവർത്തനം ഉണ്ടാക്കണമെന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള നവകേരള മിഷൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച പരിപാടികളിൽ ഒന്ന് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസ മേഖലയിൽ സമൂർത്തമായ പുരോഗതിയാണ്. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ മറ്റ് എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ കർശനമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാങ്കേതിക സൗകര്യങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂം, ഹൈടെക് സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നത് നിർബന്ധമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനം ലഭിക്കുകയാണ്. അത് ഗ്രാമങ്ങളിൽ നിന്നോ നഗരങ്ങളിൽ നിന്നോ വകഭേദമില്ലാതെ, ജാതിമത ഭേദമന്യേ, പാവപ്പെട്ടവനെന്നും പണക്കാരെന്നും വകഭേദമില്ലാതെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 1000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അന്തർദേശീയ നിലവാരത്തിലേക്കാണ്. അപ്പോൾ അന്തർദേശീയ നിലവാരത്തിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ലഭിക്കണം എന്നൊരു കാഴ്ചപ്പാട്. ആ നിലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് സമുജ്വലമായൊരു മുന്നേറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കർശനമായ നിർദ്ദേശമാണ്. അത് വേണം എന്നതിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം നേടിയെടുത്ത ഒരു തൊഴിലില്ലായ്മയാണ് വളരെ ഗുരുതരമായിട്ടുള്ളത്. ഗവൺമെൻറ് ഈ വർഷം തികയുമ്പോൾ ഈ ഭരണകാലഘട്ടത്തിൽ 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ഒഴിവുകൾ നികത്താൻ തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല 3000 പരം ആളുകൾ ഇതിനകം തന്നെ ഇതിന് നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ രംഗത്തും നിരവധി പ്രതിഭകളുണ്ട്. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഇവിടെ പങ്കെടുത്തവരെല്ലാം തന്നെ പ്രൊഫഷണൽ രംഗത്ത് പ്രതിഭകൾ തെളിയിച്ചവരാണ്. എല്ലാ രംഗങ്ങളിലും ഈ പ്രൊഫഷണൽ രംഗത്ത്. അതുകൊണ്ട് ആ പ്രൊഫഷണൽ ആ രംഗത്ത് അവരുടെ കഴിവുകളും ശ്രദ്ധയും തെളിയിച്ചിട്ടുള്ള മക്കൾക്ക് പ്രോത്സാഹനം പിന്തുണയും നൽകുന്നത് ഇതുപോലുള്ള കൂട്ടായ്മകളും ആവശ്യമായിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്ത് വന്നവർക്കെല്ലാം തന്നെ ഞാൻ വിജയാശംസ നേരുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല, നിങ്ങളൊരു അനുഷ്ഠാന ബോധത്തോടുകൂടിയാണ് ഓരോ പരിപാടികൾ നിങ്ങൾ നടത്തുന്നത്. അത് സമയമുണ്ട്. ഏതായാലും ഞാനിവിടെ എത്തിച്ചേരുമ്പോൾ വിശുദ്ധമായ ബാങ്ക് വിളി കഴിഞ്ഞ ശേഷം അല്പവിടവേളയായിരുന്നു. അതുകൊണ്ട് ആ വിശുദ്ധമായ ബാങ്ക് വിളിക്ക് ശേഷം വീണ്ടും ഇവിടെ സമ്മേളിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ ഇവിടെ സംഗമിക്കേണ്ട സന്ദേശങ്ങളും പ്രഭാഷണങ്ങളും നിർദ്ദേശങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന സമയമാണ്. അതിനിടയിൽ എൻ്റെ പ്രസംഗം ഒരു അസൗകര്യം ഉണ്ടാക്കരുത് എന്നതുകൊണ്ട് ഞാൻ ഇനി ദീർഘമായി സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നില്ല. ഏതായിരുന്നാലും ഈ ചടങ്ങ് രാവിലെ നമ്മുടെ അഭിവന്ദനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൻ്റെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സായാഹ്നത്തിൽ ഈ സന്ധ്യാനേരത്തെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്കെല്ലാം തന്നെ ഈ രംഗത്ത് SSO സംഘടിപ്പിച്ച ഈ പ്രൊഫഷണൽ സമ്മിറ്റ് അത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ സമൂർത്തീകരിക്കത്തക്ക നിലയിൽ ഇതര ചർച്ചകളും കൂട്ടായ്മകളും തീരുമാനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കും നമുക്ക് ഈ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാരംഗത്ത് ഒരു കുതിച്ചുകയറ്റത്തിന് കളമൊരുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അതിന് തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പോകാനുള്ള അനുവാദം നൽകണം അല്പസമയത്തിന് ശേഷം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വേദി സന്നിഹിതരായിരുന്ന ബഹുമാന്യരായ തങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇതിൻ്റെ SSOൻ്റെ ഭാരവാഹികളോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.